all my gorgeous ladies, welcome back to my channel The Gleam Family. So in today's video I'm going to show you the easiest ways to contour your face. I'll be showing you all the 4 contour techniques which I learned from my makeup class. So if you still haven't figured out how to contour your face properly, this video is for you. Let me show you the easiest techniques. Contour എന്താണെന്നും എങ്ങനെ കോണ്ടോർ ചെയ്യണമെന്ന് അറിയാത്തവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും. സോ പ്ലീസ് വാച്ച് ഔട്ട് ടിൽ ദ എൻഡ്. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ എൻഡ് വരെ കാണണം. So when it comes for contour, make sure your face is properly prepped. So what is contour? ഈ contour എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി. Contour is used to enhance your natural bone structure by intensifying the shadows on your face. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ബോൺ സ്ട്രക്ചർ, നമ്മുടെ ഫേസിലെ ഒരു ബോൺ സ്ട്രക്ചർ ഇൻറ്റൻസിഫൈ ചെയ്യാനും ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടോർ യൂസ് ചെയ്യുന്നത്. ദിസ് വിൽ ടിപ്പിക്കലി ഇൻവോൾവ് ദ ഏരിയ ഓൺ ദ ചീക്ക് ജസ്റ്റ് എബോവ് ദ മൗത്ത് ആൻഡ് ബിലോ ദ ചീക്ക് ബോൺസ്. നമ്മളപ്പം നമ്മുടെ ഹെയർ ലൈൻ എൻഡ് ചെയ്യുന്നിടത്തോ നമ്മുടെ ചീക്ക് ബോൺ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തോ പാരലായിട്ട് ഈ ലിപ്സിനോട് പാരലായിട്ടാണ് നമ്മൾ കോണ്ടോർ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് മോഡൽ ചീക്ക് ബോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു കോണ്ടോർ സ്റ്റിക്കാണ്. കോണ്ടോറും ഈ സൈഡിലൊരു ഹൈലൈറ്റർ സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ എനിക്ക് എൻ്റെ കയ്യിലൊരു K-Beauty പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡൽ ചീക്ക് ബോൺ. ഇതാണ് മോഡൽ ചീക്ക് ബോൺ. നമ്മുടെ ചീക്ക് ബോണിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഹെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ഈ ലിപ്സിൻ്റെ പാരലായിട്ടാണ് നമ്മൾ ഇത് വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക, ഒരു ലീഫിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും ഏകദേശം ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കും. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡാബ് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളിലേക്ക് ഇൻവേർട്ട് പൊസിഷനിൽ വേണം, അപ്വേർഡ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഇൻവേർട്ട് പൊസിഷനിൽ വേണം അത് ഡാബ് ചെയ്യാൻ. ചീക്ക് ബോണിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതാണ് ആംഗുലർ ബ്രഷ്. ഇത് മെയിൻലി നമ്മൾ കോണ്ടോറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആംഗുലർ ബ്രഷ്. അപ്പോൾ നമുക്ക് ആംഗുലർ ബ്രഷോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പഞ്ച് ഉണ്ടെങ്കിൽ ഇതും നമുക്ക് യൂസ് ചെയ്യാം. ഇതാണെങ്കിൽ ഇതിൻ്റെ ഇൻവേർട്ട് പൊസിഷനിൽ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് എൻഡ് റിസൾട്ട്. ഇങ്ങനെ ആയിരിക്കും. ഇത് നമ്മുടെ ഇത് മോഡൽ ചീക്ക് ബോൺ എന്ന് പറയും ഈ ഒരു കോണ്ടോർ ടെക്നിക്ക്. ചീക്ക് ബോൺസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ടെക്നിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടെക്നിക്ക് ട്രയാങ്കിൾ കോണ്ടോറിങ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ടെക്നിക്ക് ട്രയാങ്കിൾ കോണ്ടോർ. ട്രയാങ്കിൾ കോണ്ടോർ ചെയ്യുന്നത് നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രയാങ്കിൾ കോണ്ടോർ ചെയ്യാൻ വേണ്ടി ഇവിടെ എടുക്കുന്നത് K-Beautyയുടെ ഇത് ഷെയ്ഡ് വന്നിട്ട് കാരമൽ ഫോക്കസ്. ഇത് ഫെയർ ടു മീഡിയം സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു കോണ്ടോർ സ്റ്റിക്കാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ബ്ലൂ ഹെവനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും എനിക്ക് ഒത്തിരി കംഫർട്ടബിൾ ആണ്. ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കംഫർട്ടബിൾ ആണ്. ഇത് ജസ്റ്റ് ലൈക്ക് എ പെൻ. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രയാങ്കിൾ കോണ്ടോർ നമ്മളെങ്ങനെ ചെയ്ത് നോക്കാം. സെയിം നമ്മൾ ഈ ഒരു ഫിംഗർ ഇവിടെ വെച്ച് കൊടുക്കുക. നമ്മുടെ ഹെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് പാരലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ മേലോട്ടും വരച്ചു കൊടുക്കും. ഇതാണ് ട്രയാങ്കിൾ കോണ്ടോർ. നമ്മൾ അപ്വേർഡ് പൊസിഷനിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ കോണ്ടോർ. അപ്പം നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് വൺ ലൈൻ കോണ്ടോർ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ HD കോണ്ടോർ. ഇതിൻ്റെ ഒരു മീഡിയം ഷെയ്ഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു അഫോർഡബിൾ കോണ്ടോറാണ്. നമ്മൾ കോണ്ടോർ ചൂസ് ചെയ്യുമ്പം നമ്മളെപ്പോഴും നോക്കേണ്ട കാര്യം, നമ്മുടെ ഫൗണ്ടേഷനേക്കാളും 2 ഷെയ്ഡ്സ് ഡാർക്കറാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് എൻ്റെ കോംപ്ലക്ഷന് കുറച്ച് ലൈറ്റാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോംപ്ലക്ഷൻ അനുസരിച്ച് വേണം എടുക്കാൻ. ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ലൈറ്റ് ഷെയ്ഡാണ്. സോ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്ലൂ ഹെവൻ്റെ കോണ്ടോർ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ ഈ ഒരു കോണ്ടോർ. അപ്പം
2 കോണ്ടോർ ടെക്നിക്സ് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഫസ്റ്റ് ഞാൻ കാണിച്ചത് മോഡൽ ചീക്ക് ബോൺ കോണ്ടോർ ടെക്നിക് ആയിരുന്നു. ചീക്ക് ബോണിനെ ഡിഫൈൻ ചെയ്ത് കുറച്ച് ഷേപ്പ് ആക്കാൻ ഒരു സൂപ്പർ ടെക്നിക്കാണിത്. സെക്കൻഡ് നമ്മൾ കണ്ടത് ട്രയാങ്കിൾ കോണ്ടോർ ടെക്നിക് ആയിരുന്നു. ഫേസ് ലിഫ്റ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു അടിപൊളി മെത്തേഡാണിത്. ഇനി നമുക്ക് 1 ലൈൻ കോണ്ടോർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹെയർ ലൈനിൻ്റെയും ഇയറിൻ്റെയും പൊസിഷനിൽ ഓപ്പോസിറ്റ് ഒരു 3 പോലെ നമ്മൾ നമ്പർ 3 പോലെ മേളിലേക്കും ഫോർഹെഡ് വരെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു. റൈറ്റ് സൈഡിലും ചീക്ക് ബോണിൽ നിന്നും ഫോർഹെഡ് വരെ ഒരു 3യുടെ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നു. ഇത് നമുക്ക് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇത് ഏത് ഫേസ് ഷേപ്പിനും സ്യൂട്ട് ചെയ്യും. എപ്പോഴും ഓർക്കേണ്ട കാര്യം, മേക്ക് ഷുവർ യു ആർ സ്റ്റാർട്ടിങ് ടു ഡ്രോ ദ ലൈൻ എബോവ് ദ ചീക്ക് ബോൺ ബിലോ ദ ഹെയർ ലൈൻ. ലിപ്സിന് പാരലായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടെക്നിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോണ്ടോർ ടെക്നിക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 1 ഡോട്ട് കോണ്ടോർ ആണ്. ദിസ് കോണ്ടോർ ടെക്നിക് ഈസ് ഗുഡ് ഫോർ എ നാച്ചുറൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ സെയിം സ്റ്റിക്കറാണ്. അപ്പോൾ നമ്മൾ ഹെയർ ലൈനിൻ്റെ പാരലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പഞ്ച് കൊണ്ടോ അത് ഇൻവേർട്ട് പൊസിഷനിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു എൻഡ് റിസൾട്ട് ഞാൻ കാണിച്ചു തന്നത്. ഇത് നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്കാണ്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ഓൾവേസ് റിമെമ്പർ ടു കോണ്ടോർ വെയർ ദ ചീക്ക് ബോൺ സ്റ്റാർട്ട്സ്. ബ്ലെൻഡ് ഇറ്റ് ഇൻവേർട്സ്. ഇതാണ് ഹോളോ ലൈൻ എബോവ് ദ ചീക്ക് ബോൺ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് റേസർ ഷേപ്പ് ചീക്ക് ബോൺ കോണ്ടോർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ബ്ലൂ ഹെവൻ്റെ കോണ്ടോർ സ്റ്റിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഹോളോ ലൈൻ ജസ്റ്റ് എബോവ് ദ ചീക്ക് ബോൺ. ഇവിടുന്ന് താഴോട്ട് പാരലായിട്ട് ഒരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നു. അതുപോലെ റൈറ്റ് സൈഡിലും സെയിം പൊസിഷൻ ഒരു വി ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുന്നു. സോ ഓൾവേസ് റിമെമ്പർ ടു കോണ്ടോർ വെയർ ദ ചീക്ക് ബോൺ സ്റ്റാർട്ട്സ് ആൻഡ് ബ്ലെൻഡ് ഇറ്റ് ഇൻവേർട്സ്. ഞാൻ ആംഗുലർ ബ്രഷ് വെച്ച് സ്മൂത്തായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ സൈഡിലും അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻഡ് റിസൾട്ട്. നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഷാർപ്പായ പോലെ തോന്നില്ലേ? സോ എല്ലാവരും പ്ലീസ് ട്രൈ ദീസ് 4 കോണ്ടോർ ടെക്നിക്സ് ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ 5 ടെക്നിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കോണ്ടോർ ചെയ്യാൻ അറിയാത്തവർക്കും ബിഗിനേഴ്സിനും എല്ലാം ഇത് യൂസ്ഫുള്ളാണ്. സോ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇറ്റ് ഇൻ ദ കമൻറ്റ് ബിലോ. സോ താങ്ക് യു so much for watching my video. So I hope you guys found this video helpful. I'll see you all on my next video. Till then, bye. Have a great day to all.